ഞാൻ എപ്പോഴും ഞാനാവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എപ്പോഴും അതെ. നിങ്ങൾ കാഴ്ചക്കാര്, വ്യാഖ്യാതാക്കള്, വിമർശകര്, പണ്ഡിതര്, നിങ്ങൾ എന്നെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പലപ്പോഴും. അതൊക്കെ സത്യാണേനും ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് എന്നെ കുറിച്ച് പറയാത്രേ ഉള്ളൂ. താൻ തന്നെ ആയിരിക്കേണ്ട ഒരുവനോ സ്ഫിങ്സ് പ്രഹേളികയുടെ നിഗൂഢ പ്രശ്നങ്ങൾക്ക് ഉത്തരം കയ്യിലുള്ള? അതാണ് പ്രശ്നം. ഞാൻ മാത്രാണ്. അത് സത്യാണ്. എന്റെ കുട്ടി, നീയൊരു താന്തോന്നിയാ നീ. കാട്ടില് ധാരാളം മാംസമുണ്ട്, പുഴയില് ധാരാളം മത്സ്യമുണ്ട്. വിറക് വെട്ടി തീ കൂട്ടി നിനക്കുള്ള ഭക്ഷണം നീ തന്നെ പാകം ചെയ്യണം. എന്നെ കൊണ്ട് വയ്യ. വീരയോദ്ധാവൊന്നുമില്ല അവിടെ. തൊലിയിൽ വിള്ളലുള്ള പഴിന്മരം തന്നെയുള്ളൂ. ശ്രമകരാമി മരം വെട്ടൽ. മിനാരങ്ങൾ, കൊത്തളങ്ങൾ, ജാലകപ്പൂക്കൂടകളും. നുണ 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 നുണ. വീണ്ടും തുടങ്ങി. മറക്കണ്ട, നീ ഒരു താന്തോന്നി. पत्थर बरसे उन पे बेशर्मो, उन्होंने सही नहीं किया, सख्त नाइंसाफ। जब बेल में बाहर था तो मैं किसके पास जाती? जब यहाँ हो तो यही रुक जाओ, शायद पादरी को बुलाने का समय हो गया। तुम्हें अंदाजा नहीं कितनी बुरी हालत में हो तुम।
पादरी, हाँ, शायद मैं कुछ तेजी से जा रही हूँ, पर मैं उसकी माँ हूँ। मैं दूर नहीं रह सकती, उसके जरूरत के वक्त मैं दूर नहीं रह सकती। मुझे कभी भी उसकी उम्मीद नहीं तोड़नी चाहिए। खुदा तुम्हें अपने काम में बरकत दे। ऐसे मुंह मत मोड़ो, तुम्हें नहीं बुला के जाए, तुम्हारे साथ ही रहने दो। ഇവിടെ വരാൻ ഭയമില്ലേ നീ? अनगिनत खाली दिन और खत्म ना होने वाली रातों ने तुम्हारा पैगाम मुझ तक पहुंचाया। मेरे दिल ने सुना और मैं चली आई। मेरी जिंदगी यूं ही गुजरती जा रही थी। तुम्हारे सिवा कौन है मेरा इस दुनिया में? मैं अपने हाल में हूँ, अकेली। എന്നോട് അവർ ചെയ്തതെന്താ അറിയോ? എന്റെ സ്വത്തല്ല ന്യായാധിപൻ കണ്ടുകെട്ടി.
लगता है मुझे दौलत शान और शौकत की चाहत है। എന്റെ പ്രിയേ നോക്കാം നിന്നെ ഞാൻ ഒന്നുപോലെ രാപ്പകൽ നിന്റെ സാന്നിധ്യം കൊതിപ്പൂ ഞാൻ വീടു വച്ചപ്പോഴും ഓർത്തു ഞാൻ പൊളിച്ചു പണിയാമിതും बुरी या बदतर मैं यही रहना चाहती हूँ, जीना चाहती हूँ ताजी खुली हवा में। वहाँ ऐसा नहीं, यकीनन मैं अपने कदमों को वापस नहीं ले सकती। എങ്കിൽ നീ എന്റെ സ്വന്തം സ്വാഗതം. ഞാൻ പോയി വിറക് വെട്ടി വരാം. തീ കൂട്ടിയ തണുപ്പ് മാറും, വെളിച്ചം വരും. എന്നിട്ടിരിക്കാൻ നമുക്കിവിടെ. കൊടുങ്കാറ്റ് അതിന്റെ വഴിക്ക് പോട്ടെ. എന്റെ രാജകുമാരി എന്റെ കൈവല്യമേ ശക്തമാ എന്നൂടെ പോട്ടായിന്ന് सुनिए जनाब, अब तुम देख सकते हो इसे, देख सकते हो ना आप? हम पुराने दोस्त हैं, साथ ही फिर गए। मेरा घर पास में है, हम पड़ोसी हैं। അതൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ. मेरे घोंसले में ये पड़ा जब तुम अपना घर बांध रहे थे। എനിക്ക് പോണം. हाँ हाँ बिल्कुल जरूर, हम तुमसे दूर नहीं छोड़ेंगे, पीछे ही रहेंगे। നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കണു. मैंने एक बार गलत समझा था, एक और वादा तुमने तोड़ा था। उसे अनहोनी रात को मेरे पिता से मिले, क्या तुम मुझसे भी भूल गए? എനിക്കറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ മറക്കാനാ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? നിങ്ങളെ ഞാൻ എപ്പോഴാ അവസാനമായിട്ട് കണ്ടേ? आखिरी बारी पहली बार था।
सुखा, उनको एक जान दो. നിങ്ങളുടെ അച്ഛനോ? നിങ്ങളെന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് നീ പറഞ്ഞത്? पता है, सुअर को उसकी चमड़ी से पहचाना जाता है. ये भी वैसा ही है. तुम देख सकते हो ना, तुम्हें नहीं दिखती उसकी लंगड़ाती टांग? हूबहू तुम्हारी लंगड़ाती अकल वैसी. നീണ്ടകാല ലക്ഷണം കേട്ട ഈ ചെറുക്കനോ? वो जल्दी बढ़ते हैं, तुम तो सांड जैसे शातिर निकले. मैं जानती हूँ, मैं जन्नत की हूर नहीं, मैं हम खूबसूरत नहीं, जैसे थी जब तुमने किया था अपना काम, तो थी वहाँ सही है, ऐसा मेरा दिल हुआ. ദുർമന്ത്രവാദിനി, ഒന്ന് പോണ്ട. ना जाऊं जब तक मौत ना आ जाए. തല ഞാൻ കൊയ്യും. कितना गोरी मेरा एक मौता, जैसा बाप वैसा बेटा. ഒന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു ശല്യം. എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. चाहत जाने मन चाहत. പക്ഷേ വേറൊരാളുടെ വികാരങ്ങൾക്ക് മുൻപിട്ടിരിക്കുന്നു. എന്റെ സോൾവിജന്, എന്റെ പരിശുദ്ധ നിധിക്ക്. शैतान का यही तरीका है. बेटा घर में माँ से पिटता है, बाप बाहर को छर्रे उड़ाता है. गुनहगार को सजा नहीं मिलती, कोई और उसे भुगतता है. മനോഹരമായിട്ടുള്ള ഒന്ന് തകർത്ത് കഴിഞ്ഞാൽ അതിന്റെ കഷ്ണങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഒരു വയലിൻ മണിയല്ല, ചവിട്ടിക്കുട്ടിയ നിലത്ത് സുന്ദര പുഷ്പങ്ങൾ വീശി. അടുത്തെത്തി. ये क्या है? ഇത് വല്ലാത്ത ഭാരം. मैं मदद कर सकती हूँ. ഇത് ഞാൻ തന്നെ ചുമക്കണം. വൈകുന്നേ ഉള്ളൂ. मैं इंतजार करूंगी. क्या मैं उससे ज्यादा सख्ती से पेश आती थी? देखते ही देखते आंखों के सामने से कैसे वक्त गुजर गया तेजी से. वो कब आएगा या खुदा?
लगता है कुछ जरूर हुआ है पूरा। मन मेरा रहा है घबरा, इतना कम वक्त और इतनी कमजोर मेरी तबीयत। ओ बेटे, आ ही गए आखिर। जान है दाव की खातिर क्या गुजार रही है मेरे बच्चे पे। ഞാൻ വന്നില്ലായിരുന്നു ജീവിച്ചിരിക്കാൻ എനിക്ക് അർഹത ഉണ്ടാവുമായിരുന്നോ? तुम पर ऐसे ही शक किया करी ने, उससे कभी माफ नहीं करूंगी मैं। നമുക്ക് പോവാൻ സ്ഥലല്ലേ? शायद अब सब खत्म हो रहा है। बेटा मेरे लिए दुआ करो। നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. सब खत्म। देखो तुम बच्चे नहीं हो। जब मेरी आंखें किसी एक जगह रुक जाए, उन्हें बंद कर देना। कीड़े मकोड़ों को दूर रखने एक बक्सा बनाना। जाहिर सी बात है कि ये मुमकिन नहीं। നാളെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. नहीं, अब नहीं बचा। तुम उस रात को കുറ്റന്റെ ആണ്. നിങ്ങൾ അതിങ്ങനെ എപ്പോഴും എപ്പോഴും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? കഥ മറക്കാം. കൈക്കണ ഓർമ്മകൾ ഇല്ലാത്ത വിഷയത്തെ കുറിച്ച് സംസാരിക്കാം നമുക്ക്. അപ്പൊ ഉച്ചയെ നോക്കൂ. मैं जानती हूँ इसकी भी एक रात की जिंदगी है, बिल्कुल तुम्हारी तरह। താഴ്വാരത്തെ സ്ഥിതി എന്തൊക്കെയാ? कहते हैं उस लड़की जो അവളുടെ ഭർത്താവ് എന്താ ചെയ്യണേ? उस लड़की के माँ बाप का दर्द भरा मातम पत्थर को भी पिघला दे। तुम उसे दिलासा दे सकते हो। കൊല്ലപ്പണിക്കാരൻ എന്താ ചെയ്യണേ? चुप रहो, चुप रहो। जंगली जानवर के बारे में बात ना करके किसी नेक लड़की के बारे में बात करो, जैसे कि वो लड़की। നമുക്ക് വെറുതെ മൊഴിയാം കഴിക്കുന്ന ഓർമ്മകളെ ഇല്ലാതെ മുട്ടിടയുന്ന കാലത്തി മെത്തയിൽ കിടന്നതോർക്കുന്നു ഞാൻ. ഇന്നതേ ശയ്യയിലമയും ഒരിക്കലതിരമർന്നതോർക്കുന്നു താരാ
बिल्कुल सामने खड़ी थी। और हम घोड़ा गाड़ी खेलते थे, तुम्हें याद है ना? जब तुम्हारे पिता बाहर थे, बाहर तूफान था, फर्श चमकती बर्फ से ढकी, और तब यही कंबल हमें गर्म रखती। വല്ലാത്ത കറുമ്പൻ കുതിരയെ ഓർക്കുന്നുവോ? ഓർമ്മയില്ലേ നമ്മുടെ രമ്യഹർമ്മ്യം? നമുക്കവിടെ സൂര്യനു കിഴക്കും ചന്ദ്രനു പടിഞ്ഞാറുമായുള്ള ഹർമ്മ്യം. या खुदा, मेरी बुढ़िया हड्डियां इन तख्तों से അത് നീട്ടി വെക്കൂ, പായാതിക്കാൻ കൊണ്ടാണ്. കണ്ണടയ്ക്കൂ, അമ്മയെ താരാട്ട് പാടി ഉറക്കി തരാം. നമ്മൾ രണ്ടുപേരുടെയും ये झन झन की आवाज, കുതിരക്കുളമ്പടിയുടെ ശബ്ദമേ. पर ये आवाज खोखली और നമ്മള് തീരത്താണമ്മേ. और ये रोती कराती आवाजें कैसी है? കാറ്റിന്റെ ശബ്ദമേ. पर ये रोशनी कहाँ से आ रही है? मैं अपनी आंखें അതൊക്കെ ശ്രദ്ധിക്കണമെന്നാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് വരും. എന്തേലും പറയമ്മേ? ഏതാണമ്മേ? നിങ്ങള് ആകാശത്തേക്ക് നോക്കിയിരിക്കാ? നമ്മുടെ വിശ്രമ സംഘത്തിലെത്തി കഴിഞ്ഞു. ഓരോ താരാട്ടിനും ഓരോ തല്ലിനും നന്ദി. ഊർജ്വസ്വല ദീർഘദിനങ്ങൾ നന്ദി. अब चैन से सोएगी, अब ये चैन से सोएगी। പോയി.
എന്താ നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കാച്ചാലോ? എന്റെ പേര് എന്നാണെന്നത് പോലെ സത്യം. നീ സുന്ദരിയാണത് പോലെ സത്യം. നിന്നെ തങ്കം പോലെ നോക്കും. ഞാൻ നിന്നെ മുടി വിളിച്ചു വരിക്കൊന്നുമില്ല. നിന്നോട് നോക്കാനും നെയ്യാനും ഒന്നും പറയില്ല. तो तुम मुझे हाथ भी नहीं उठाओगे? नहीं. രാജകുമാരന്മാർ അവരുടെ മറുപാതിയെ പീഡിപ്പിക്കാറില്ല. तुम सच में राजकुमार हो? मैं दोबरे राजा की बेटी हूँ। हमारी दुनिया के तौर तरीकों के बारे में एक बात याद रखना, तुम यहाँ हर चीज का दूसरा पाओगे। काला लगेगा सफेद और बदसूरत लगेगा खूबसूरत। ചെറുതായിട്ട് തോന്നും, നിഷേധം അനുസരണയായിട്ട് കാണാം. हम एक दूसरे के लिए ही बने हैं। മുടിയും
ചീർപ്പും പോലെ. എന്താ നിനക്കെന്റെ മകളെ മംഗലം കഴിക്കണം എന്നുണ്ടോ? ആ, നിങ്ങളുടെ മകളെ വേണം. നിങ്ങളുടെ രാജ്യവും തൽക്കാലം അതിൽ പാതി തരാം. മറ്റേ പാതി എന്റെ കാലശേഷം. നിബന്ധനകൾ ബാധകം. ഒന്ന് തെറ്റിച്ചാൽ കഥ ഞാനങ്ങ് കഴിക്കും. ഈ പ്രഹേളികയ്ക്ക് ഉത്തരമാദ്യം. ഭൂതങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വലിയ ഭൂതങ്ങൾ മനുഷ്യരെ പിടിച്ചു തിന്നും, ചെറിയ ഭൂതങ്ങൾ പിടിക്കും. രണ്ടും രണ്ടു തരമാണ്. മനുഷ്യൻ പറയും നീ സത്യമാകട്ടെ എന്ന്. ഭൂതങ്ങൾ പറയും നീ ആവശ്യത്തിനു സത്യമാകട്ടെ എന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജീവിത രീതിയുണ്ട്, സരളമായ ആചാരങ്ങൾ. മനുഷ്യൻ നന്നാവില്ല. അവൻ സമാധാനത്തെ കുറിച്ച് അധരവ്യായാമം നടത്തും. മൃഗീയ ശക്തിക്ക് മുമ്പിൽ തലകുനിക്കുകയും ചെയ്യും. എന്താ ആഗ്രഹങ്ങൾ വൃഥാ വ്യായാമങ്ങളോ? അനുഭവത്തെ വിശ്വസിക്കൂ പിയർ. ये साल खत्म होते ही हमारा बच्चा होगा जैसा तुम चाहते थे. എനിക്ക് പോണം. എങ്കിൽ കുട്ടിയെ മാറാപ്പിലാക്കൂ. ഈശ്വര, ഈ സ്വപ്നം ഒന്ന് കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ. ആവശ്യത്തിന് ഇടണ്ട്. പറയൂ, ആരാണ് നീ? ഞാൻ തന്നെ പിയർ. ഇത് കളിയല്ല. പിയർക്കിന്റെ അല്ലാതെ അടിച്ച് തരിപ്പണാക്കും. ഞാൻ മഹത്തായ ഇടനിലം. ഞാൻ ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ മരിച്ചവനും ജീവിക്കുന്നവനും ഇടയിൽ ബൃഹത്തായി നിലകൊള്ളുന്നു. മഹത്തായ മദ്യം യുദ്ധം ചെയ്യാതെ ജയിക്കുന്നു. മഹത് മദ്യം കുലീനമായി വാഴുന്നു. അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളുടെ ജീവിതത്തിന് പതിവില്ലാതെ പറ്റുന്നു. ശരി ശരി, എപ്പോഴും എന്നുള്ള പോലെ അവിടെയാണ് വിധി വന്ന് നമ്മളോട് പറയുന്നത്. നമ്മൾ എന്തിനു വിശ്വസിക്കണം? രക്തം എപ്പോഴും അതിന്റെ മൂല്യം കാട്ടും. ചിന്തപ്പെട്ട രക്തം എന്റെ മൂല്യവും തരവും വരച്ച് ഇത് വിധിയുടെ സഹായഹസ്തങ്ങളെ വിശ്വസിക്കാനുള്ള വിവേകം വെളിവാകും. താങ്കൾക്ക് അതുല്യമായതും
ജ്ഞാന ഗിരിശൃംഗങ്ങളിലേക്ക് താങ്കളെ ഉയർത്തുന്നതുമായ ഒരു ലക്ഷ്യബോധമുണ്ട്. മറ്റുള്ളവർക്ക് കേവലം അഭിപ്രായങ്ങളേ ഉള്ളൂ. അവർ കണ്ണാലും കാതാലും ബന്ധിതരത്രേ. ഒരു നീണ്ട ജീവിതം കൊണ്ടുള്ള ചിന്തയാലാണ് അങ്ങക്കിത് സാധ്യമായത്. അങ്ങക്ക് ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലേ? സ്വയം പഠിക്കണതിന് ധാരാളം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഒരു ചിട്ടയിലാണ് ചരിത്രം തന്നെ പഠിച്ചത്. വായിക്കുമ്പോ നമുക്ക് കൊത്താവുന്നത് ശ്രദ്ധിക്കുക, പിന്തുടരാവുന്നത് അന്വേഷിക്കുക. ലളിതമായി നേരെ ചൊവ്വേ മഹനീയ തത്വം, കുലീനമായ കവിത, ഗേൻഷ്യൻ സ്വത്വം. അതിന്റെ തിരിച്ചറിവുകൾ ഞാൻ പറയാം. മോഹങ്ങളുടെ, ആഗ്രഹങ്ങളുടെ, ആശയങ്ങളുടെ അനസ്യൂത സൈന്യവിന്യാസം, ആഗ്രഹങ്ങളുടെ, അവകാശവാദങ്ങളുടെ പ്രളയം. അതാണ് ജീവൻ. ഈ ലോകത്തെ സ്വന്തമാക്കാൻ അതിന്റെ എല്ലാ അത്ഭുതങ്ങളോടും കൂടി ഇന്ന് രാത്രി നമ്മുടെ കപ്പൽ വടക്കോട്ട് യാത്രയുണ്ട്. സ്വയം സഹായിക്കണോനെ ഭാഗ്യം തുണയ്ക്കും. പശ്ചിമേഷ്യൻ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കലാപം. പശ്ചിമേഷ്യൻ കലാപത്തിൽ അങ്ങയുടെ ധനശേഷിയും കപ്പലുകളും ഒരു കൈ സഹായാവില്ലേ? ഞാനത്രയ്ക്ക് മണ്ടനല്ല. തമാശ തമാശ. പരസ്പരം മതിപ്പാവിയായി പോണതിന് നമുക്ക് അങ്ങോട്ട് പിരിയാ നല്ലത്. നിങ്ങൾ ചെല്ലു ആഥൻസിലേക്കോ സിറിയയിലേക്കോ, ഞാൻ നിങ്ങൾക്ക് ആളും ആയുധം തരാം. അന്തസ്സോടെ പോരാടും സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി. എന്നെ വിട്ടേക്കു. ഞാൻ സാർ വീച്ചാക്കേ ഒരു കല്ലുമഴയ്ക്ക് തല വെച്ചു കൊടുക്കാനേ എന്റെ വില അതിലും മീതയാ. അതൊരു സ്വപ്നായിരുന്നു, അതോ വിഡ്ഢിത്തോ? ഞാൻ പൊളരും, വേഗം കൂടുന്നു. ഒരു സ്വപ്നാവ് അതൊരു ദുരന്താണ്, പക്ഷെ അത് സത്യമാണ്. എന്റെ പാചകക്കാരൊഴികെ അടിമകളൊക്കെ കപ്പലിൽ കയറി കഴിഞ്ഞു. മിഷണറിമാരെ, ഞാൻ നിങ്ങളുടെ പുറഞ്ഞൊറിഞ്ഞു. ഇനി നിങ്ങളെ എന്താ പുറഞ്ഞൊറിയൂ? ഒരു രാത്രി ഏറ്റവും ദുരിതപൂർണ്ണമായിട്ട് ചെലവഴിക്കാൻ പറഞ്ഞാൽ ഓടിക്കാൻ ചെയ്യാ. നിങ്ങളെന്റെ ഉരുക്കും കോരികൾ അഴിഞ്ഞു തീരും. നിന്റെ ശവമഞ്ചം തയ്യാറാണ്. കുഴി തോണ്ടിക്കഴിഞ്ഞു. നിന്റെ ശരീരത്തിനായി പുഴുക്കൾ കാത്തിരിക്കുന്നു. ആത്മാവ് കൊണ്ടുപോകാൻ ഞാനും. അത് ശരിയാവില്ല. ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് മാറാതിരിക്കൂ. സാമാന്യ ബുദ്ധി കാണിക്കൂ. എന്റെ യജമാനൻ ഉത്തരവുകൾ റദ്ദ് ചെയ്യാറില്ല. അത് ശരി, നമുക്ക് ആ പാലം കടക്കാൻ അവിടെ എത്തുമ്പോ. പക്ഷെ ആസ്വദിക്കാനും മൂല്യങ്ങൾ അറിയാനുമായിട്ട് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതങ്ങനെ ഒഴുകിപ്പോയാൽ ശരിയാവില്ല. നിങ്ങൾ എനിക്കത് വായ്പയായിട്ട് തരൂ, ഞാൻ നിങ്ങൾക്ക് പിന്നെ തിരിച്ചു തരാം. എങ്കിൽ അങ്ങനെയാകട്ടെ. അടുത്ത ബുക്ക് വരെ മാത്രം നീ സ്വതന്ത്രൻ. रेत के समंदर पर होकर सवार आ गया, रोशन करने ये जहान आ गया. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് ആർക്കും സ്വന്തം നാട്ടിലൊരു പ്രവാചകനാണ്.
താക്കോൽ വലിച്ചെറിയും ഞാൻ നൊടിയിടാകൊണ്ടു സമുദ്രം കടക്കും സ്ത്രീകൾ ത്യാഗം ലാഭമാക്കുമ്പോൾ കാറ്റു വടക്കോട്ടു വീശുമ്പോൾ ഞങ്ങൾ തെക്കോട്ടു പോകാൻ പായ കെട്ടും പനയോരകൾ സാഗരവദനത്തിൻ വിഷയെന്ന പോലെ ആടുന്ന വരണ്ട നാട്ടിൽ ഞാൻ എൻ്റെ കപ്പൽ കത്തിക്കും. वाह, क्या लफ्ज है. चलो बोलते रहो. പിറന്ന മണ്ണിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയാൻ, പ്രണയത്തോടും സ്ത്രൈണതയോടും വിടവാൻ, എന്തിന് ജീവിതത്തിന്റെ ഗൂഢതയെ അതല്ലേ നമ്മുടെ ചരിത്രം തന്നെ. ഞാൻ എന്റെ ജീവിത ലക്ഷ്യത്തിന്റെ പ്രഹേളിക കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ പിയർ ഗെയിം, ചരിത്രത്തിന്റെ ചക്രവർത്തി. ഭൂതകാലത്തിന്റെ ഉത്തരങ്ങൾ ഞാൻ സ്വന്തമാക്കി. ചിറകുകളില്ലാത്ത ഹൃദയം, അന്തസാര ശൂന്യമായ കർമ്മങ്ങൾ, ആധുനിക മനുഷ്യൻ സങ്കുചിതനും കാപ്പടനുമാണ്. पतझड़ बीता बीता सावन बीते बसंत बहार. पतझड़ बीता बीता सावन बीते बसंत बहार. यूं ही बीतेंगे वो बार बार. आओगे तुम? इंतजार 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 करूंगी मैं. जैसे किया था वादा मैंने कभी पतझड़ पतझड़ बीता बीता पतझड़ ഈ മാംസത്തിന്റെ വഴി കൂടെ പോണവരെ കാണുമ്പോ ഒന്നേ പറയാള്ളൂ, നന്ദി ദൈവമേ, അത് ഞാനല്ലല്ലോ. ആ അപരിചിതൻ പറഞ്ഞതാണ് കാര്യം. ഭയം ഉണ്ടായിട്ട് ഞാൻ എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടോ? സ്വന്തം ലക്ഷ്യത്തിലെത്തുകയാണ് പ്രധാനം. അതിനൊരുക്കിന്റെ ഞരമ്പുകൾ വേണം. മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന വീക്ഷണങ്ങൾ യഥാർത്ഥാവാതെ തരില്ല. മുട്ടുകുത്തുന്നത് ബഹുമാനമാണ്.
വ്യാഖ്യാനിക്കപ്പെടും മുമ്പ് മരിച്ചുപോയി. നിങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും. ഇന്ത്യാദേശത്തൊരു മാലിന്യം പോലെ പരിലസിക്കുന്ന മലബാർ തീരങ്ങൾ അങ്ങ് ദൂരെ അറബികൾ, ബ്രിട്ടീഷുകാർ, പോർച്ചുഗാർ, ഡച്ചുകാർ എല്ലാവരും അവരവരുടെ സംസ്കാരങ്ങളുമായിട്ട് വന്നു. അവിടെ അസല് സ്വദേശികളുണ്ട്. എന്റെ ഭാഷ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ മൊഴി നിലനിർത്താൻ ഞാൻ ഏറെ പാടുപെട്ടു. ആരും കൂട്ടില്ല. പടിഞ്ഞാറിന് ദാസന്മാര് മതി, കിഴക്ക് കൊരങ്ങന്മാര് ഭരിക്കുമോ? ചരിത്രം ഹ്രസ്വമാണ്. ഒന്നും എഴുതാത്ത ഒപ്പ് കടലാസാവാൻ ആവില്ല എനിക്ക്. ഞാൻ 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 പേനയാ. ഒന്നും എഴുതാൻ വിധിയില്ലാത്ത ഒരു കഷ്ണം കടലാസ് മാത്ര ഞാൻ. ഞാൻ പേന. പണിക്കുറിപ്പ് എഴുതാൻ മറക്കരുത്. അവൻ പേനയായി ജീവിച്ചു. പേനയായി. ഒരാൾ പറഞ്ഞു നടന്റെ ശബ്ദം മോശമായിരുന്നു, മറ്റൊരാൾ മരണരംഗം അമിതാഭിനയം എന്ന് വിധിയെഴുതി. എങ്കിലും ഒരു കാര്യത്തിൽ എല്ലാവരും യോജിച്ചു, ഭാവപ്രകടനങ്ങൾ പരിധി കടന്നു എന്ന്. ഗുണപാഠം ഇതാണ്: ഒരിക്കലും സദസ്യർ ബുദ്ധിമാന്മാരെന്ന് ധരിക്കരുത്.